2024 ഓഗസ്റ്റ് 5-ന് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് വിട്ടതിന് ശേഷം മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരും ആർമി ചീഫ് ജനറൽ വഖാർ ഉസ് സമാന്റെ കീഴിലുള്ള ബംഗ്ലാദേശ് സൈന്യം തമ്മിലുള്ള അധികാര പോരാട്ടത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുകയാണ് ആ രാജ്യം. ബംഗ്ലാദേശിൽ കൂടുതൽ അട്ടിമറി സാധ്യതകളെക്കുറിച്ച് നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ നിലവിൽ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ അധികാരത്തിൽ തുടരുകയാണ്. എന്നിരുന്നാലും ബംഗ്ലാദേശ് ആർമി ചീഫ് ജനറൽ വഖാർ ഉസ് സമാന്റെ റഷ്യ സന്ദർശനത്തിനിടെ ഉണ്ടായ സമീപകാല സംഭവങ്ങൾ ലോകമെങ്ങും ശ്രദ്ധ പിടിച്ചുപറ്റി. ബംഗ്ലാദേശ് ആർമി ചീഫ് ജനറൽ വഖാർ ഉസ് സമാൻ ഏപ്രിൽ 7-ന് റഷ്യ സന്ദർശിച്ചു. അവിടെ അദ്ദേഹം റഷ്യൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ജനറൽ ഓമിൻ, ആർമി ചീഫ് ജനറൽ ഒലേഗ് സാല്യൂക്കോവ്, പ്രതിരോധ സ്ഥാപനങ്ങളായ റോസ്റ്റെക്, റോസോബോറോണെക്സ്പോർട്ട്, റോസാറ്റം എന്നിവയുടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുണ്ട്. പ്രതിരോധ മേഖലയിലെ സഹകരണ സാധ്യതകളെക്കുറിച്ചായിരിക്കാം ചർച്ചകൾ നടന്നതെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. എന്നിരുന്നാലും മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ മാറ്റി ബംഗ്ലാദേശ് ആർമി ബംഗ്ലാദേശിനെ നയിക്കാൻ തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ബംഗ്ലാദേശ് ആർമി മേധാവിയുടെ സന്ദർശനം നടന്നതെന്ന് വിദഗ്ധർ കരുതുന്നതായി പല റിപ്പോർട്ടുകളും പറയുന്നു. മുഹമ്മദ് യൂനുസ് നയിക്കുന്ന ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനും ബംഗ്ലാദേശ് സൈന്യത്തിനുമിടയിൽ നിരവധി പൊരുത്തക്കേടുകളുണ്ടെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിലെ ബംഗ്ലാദേശ് സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി സൈന്യം മതമൗലികവാദ വിരുദ്ധമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നതിനാൽ സൈനിക മേധാവി ജനറൽ വഖാർ ഉസ് സമാന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് സൈന്യം റഷ്യൻ പിന്തുണയോടെ ബംഗ്ലാദേശിലെ യൂനുസ് നയിക്കുന്ന സർക്കാരിനെതിരെ അട്ടിമറി നടത്താൻ പദ്ധതിയിടുന്നുണ്ടെന്ന അഭ്യൂഹങ്ങൾ വ്യാപകമാണ്. എന്നാൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഭാഗമായ അവാമി ലീഗിന് പൊതു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അബ്ദുൾ റഹ്മാൻ മസൂദ് അടുത്തിടെ പ്രഖ്യാപിച്ചു. മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം മെയ് 12-ന് അവാമി ലീഗ് പാർട്ടിക്കാരെയും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളെയും ഓൺലൈനിലും മറ്റിടങ്ങളിലും പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിരോധിച്ചുകൊണ്ട് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു.